ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ 99% കൺഫേം ആണെന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഏകദേശം 99% കൺഫേം ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു 99% കൺഫേം ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളും മറ്റു നാട്ടിലുള്ള എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും കൂടെ ഒരു വിർച്വൽ വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺഫറൻസ് നടന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്വീറ്റ് ചെയ്തതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, ഈ ഒരു ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നാളാണ് ഈ ഒരു ലോക്ക്ഡൗൺ നീട്ടി വെച്ചിരിക്കുന്നത്, എത്ര ദിവസത്തേക്കാണ് ഈ ഒരു ലോക്ക്ഡൗൺ എന്നുള്ളൊരു കാര്യം ഓരോ മീഡിയയും അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടേഴ്സും ഓരോ പല രീതിയിലുള്ള കാര്യങ്ങളാണ്, അത് പല ദിവസമാണ് പറയുന്നത്. ഇത്ര ദിവസമാണ് നീട്ടി വെച്ചിരിക്കുന്ന ഒരു മീഡിയ പറയുന്നുണ്ട്, അതിനെക്കാട്ടി ഇത്ര ദിവസമാണ് നീട്ടി വെച്ചിരിക്കുന്ന ഒരു മീഡിയ പറയുന്നുണ്ട്. അങ്ങനെ വേറെ രീതിയിലാണ് ഓരോ മീഡിയകൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രീസുകൾ പല രീതിയിലുള്ള എക്സംഷൻസുകൾ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ഇന്നലെ ഈ ഒരു ഇത്രയും വലിയൊരു സങ്കടങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ തന്നെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇന്നലെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. മറ്റെല്ലാ കൺട്രികളും, നമ്മുടെ ലോകത്തിലുള്ള മറ്റെല്ലാ കൺട്രികളും ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ നമുക്ക് ഇന്ത്യയിലുള്ള ഈ ഒരു കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിന് അത് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ ഒരു ഫ്ലാറ്റനിങ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസുകൾ ഇൻക്രീസ് ആവുന്നത്, ഈ ഒരു കൊറോണ വൈറസിൻ്റെ നമ്പർ ഓഫ് കേസസുകൾ ഇൻക്രീസ് ആവുന്നതിന് അതിനെ ഐസൊലേഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് ഈ ഒരു അസുഖം ഉണ്ടല്ലോ എന്നൊക്കെ കണ്ടുപിടിച്ച് അസുഖമുള്ളവരെ ചികിത്സിച്ച് ഈ ഒരു ഹൈ ആക്റ്റീവായിട്ടുള്ള നമ്പർ ഓഫ് കേസസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്ത് കുറച്ച് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതിനെ കുറച്ച് കൊണ്ടുവന്ന് നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ആവുന്നതിനെ കുറച്ച് കൊണ്ടുവരുന്നതിനാണ് ഫ്ലാറ്റനിങ് കർവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിന് സാധിച്ചതെന്നുള്ളൊരു കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ, അതായത് ലോകം മൊത്തം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട്. അത് നമ്മുടെ കേരളത്തിന് ഇന്നലെ സാധിച്ചു എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു കേരളത്തിൻ്റെ ഈ ഒരു ഫ്ലാറ്റനിങ് കർവ് എങ്ങനെയാണ് കുറച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. ഇന്നലെ 2 ദിവസത്തിന് മുമ്പിലൊക്കെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഒരു CCTV വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഹോംലെസ് ആയിട്ടുള്ള വീടില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി, റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 3 പോലീസുകാരെ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് ആ വ്യക്തി പറഞ്ഞു മാറുന്നില്ല, അടുത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഒരു വട്ടത്തിന് ഒരു വര വരച്ചിട്ട് അതിനകത്ത് ഫുഡ് വെച്ചാൽ മതി, ഞാനെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വട്ടം വരച്ചു കൊടുത്ത ഒരു വ്യക്തി, പോലീസ് ആ ഒരു കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ഈ ഒരു ഫുഡും ആ ഒരു വട്ടത്തിനകത്ത് വെച്ചിട്ട് മാറി നിന്നു. ഈ ഒരു വ്യക്തി, ഹോംലെസ് ആയിട്ടുള്ള വ്യക്തി പോയി ആ ഫുഡ് ആ ബോട്ടിലും എടുത്തുകൊണ്ടൊന്ന് മാറിയിരുന്ന് കഴിച്ചു. സോ അത്രത്തോളം കേരളത്തിലുള്ള ആൾക്കാർ ഈ ഒരു കാര്യത്തിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നും ഈ ഒരു സെൽഫ് ഡിസ്റ്റൻസിന് അത്രയും നല്ലൊരു കാര്യമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി സെൽഫ് ഡിസ്റ്റൻസിന് എല്ലാവരും പാലിക്കുന്നു എന്നുള്ളതും അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളതെന്നൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലൂടെ കേരളം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കേരളം ചെയ്ത ഈ ഒരു കാര്യം, ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കേരളം ചെയ്ത ഒരു കാര്യം മറ്റ് കൺട്രികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ മനസ്സിലാക്കി ആ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കുറച്ച് കൊണ്ടുവരാനുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാവുന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ അതിനു മുമ്പ് പറയാനുള്ള ഈ ഒരു ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. സോ ബാക്ക് ടു ദ ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക്കിൽ വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ മറ്റ് നാട്ടിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒരു വിർച്വൽ വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫറൻസിൻ്റെ മെയിനായിട്ടുള്ള തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും എന്താണ് സിറ്റുവേഷൻ, ഓരോ സ്റ്റേറ്റിലുള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്ന് പറയൂ. അതുപോലെ തന്നെ അത് നമുക്ക് സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്കഷൻസുകളായിരുന്നു ഇന്നലത്തെ ആ ഒരു തീമിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു വിർച്വൽ മീറ്റിങ്ങിൻ്റെ ആ ഒരു തീം എന്ന് പറയുന്നത് ഇതായിരുന്നു.
ഇന്നലത്തെ ആ ഒരു മീറ്റിങ്ങിൽ എല്ലാ നാട്ടിൻ്റെയും ചീഫ് മിനിസ്റ്റേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫണ്ടാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടില്ല, അതുകൊണ്ട് നമ്മൾക്ക് ഫണ്ട് തന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്, ആർക്കും വരുമാനമില്ല, കയ്യിൽ നിന്നും അധികം ചിലവ് മാത്രം നടക്കുന്ന ഈ ഒരു സമയത്ത് അധികാരികൾ, അതായത് സർക്കാർ ഗവൺമെൻറ്റ്സ് ചിലവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഈ ഒരു ടാക്സിൻ്റെ എമൗണ്ടും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഖജനാവിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ട്രഷർ എന്ന് പറയും, അവർ ഈ ട്രഷറിൽ വെച്ചിരിക്കുന്ന എമൗണ്ട് എടുത്തിട്ടാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആൾമോസ്റ്റ് ട്രഷറിലുള്ള എമൗണ്ട് ഫുള്ളായിട്ട് തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് ചിലവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററിനോട് ഫണ്ട് ചോദിക്കുമായിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു GST ഒക്കെ വന്ന സമയത്ത് സ്റ്റേറ്റിനുള്ള പെർസെൻറ്റേജ് ഒന്ന്, അതുപോലെ തന്നെ സെൻറ്ററിനുള്ള പെർസെൻറ്റേജ് ഒന്നെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്നും സ്റ്റേറ്റിന് പേ ചെയ്യാനുള്ള എമൗണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ കോംപ്ലിക്കേഷൻസുകളായിട്ട് കിടക്കുമായിരുന്നു. അതിൽ ഇനിയും ഗവൺമെൻറ്റ്സിന് കൊടുക്കാനുള്ള ഫണ്ട് ഡ്യൂസ് ഇനിയും ബാക്കിയാണ് സ്റ്റേറ്റിൽ. സോ അത് കൂടാതെ തന്നെ ഇനി അധികം കുറച്ചുകൂടെ എമൗണ്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും അതിൽ കൂടുതൽ കുറച്ചുകൂടെ ഫണ്ട് കൂട്ടിയിട്ട് കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്സൊക്കെ. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്സും പറയുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലവാക്കാനായിട്ട് എമൗണ്ട് ഇല്ല, ഇനിയും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്, അതിനൊക്കെ ഒരുപാട് പൈസ ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിന് കുറച്ചുകൂടെ എമൗണ്ട് അധികമാക്കിയിട്ട് ഫണ്ട് കുറച്ചുകൂടെ അധികമായിട്ട് നമുക്ക് തരണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക അതുപോലെ തന്നെ തെലുങ്കാന പോലുള്ള സ്റ്റേറ്റ്സൊക്കെ ലോക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം ഒരു 2 വീക്സ് എങ്കിലും ഈ ഒരു ലോക്ക്ഡൗൺ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ലോക്ക്ഡൗൺ ഇനിയും ഒരു 2 വീക്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കോംപ്ലിക്കേഷൻസ്, ഈ ഒരു കൊറോണ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇനിയും ഒരു 2 വീക്സ് കൂടെ ഒരു ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു കാര്യം ഈ ഒരു കാര്യം കൂടെ ഈ സ്റ്റേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലത്തെ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു കൊറോണ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് കേരളമാണ്. സോ ആ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ കേരളം ഈ ഒരു ലോക്ക്ഡൗൺ പറഞ്ഞിട്ട് അത്രത്തോളം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ അത്രത്തോളം ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട്. സോ അതുപോലെ നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ അത്രത്തോളം കുറച്ചുകൂടെ ഒരു 2 വീക്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളൊരു കാര്യം, ഈ ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അത്രത്തോളം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 2-3 വീഡിയോ, പിന്നെ ഇന്നലത്തെ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഈ ഒരു പ്രൊവർട്ടി ലൈൻസിന് താഴെ തള്ളപ്പെടുന്ന ജനങ്ങൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാടായി പോകുന്നത്. പ്രൊവർട്ടി ലൈൻസിന് താഴെ തള്ളപ്പെടുന്ന ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബാധിക്കുന്ന, അതുപോലെ തന്നെ ഒരു നേരത്തെ ഒരു ആഹാരം പോലും കിട്ടാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജനങ്ങൾ ഒരു പ്രൊവർട്ടി ലൈൻസിന് താഴേക്ക് എന്ത് ചെയ്യുന്ന ആ രീതിയിലുള്ള ജനങ്ങളായിട്ട് തള്ളപ്പെടുമെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു പ്രൊവർട്ടി ലൈൻസിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട്, ആ ഒരു ക്യാഷിൻ്റെ പ്രോബ്ലത്തിൽ നിന്നും, സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രോവർട്ടി ലൈൻസിന് താഴെ തള്ളപ്പെടാത്ത രീതിയിൽ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു ചലഞ്ചിങ് തന്നെയാണ് ഇന്ത്യക്ക്. ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വൈറസിനെ കൺട്രോൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഈ ഒരു പ്രോവർട്ടി ലൈൻസിന് താഴെ പോകാത്ത രീതിയിൽ അവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു 2 കാര്യം ഇന്ത്യ എങ്ങനെ മറികടക്കും എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ അതൊരു വലിയ ചലഞ്ചിങ് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ മീഡിയകളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ ഡിക്രീസ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ കേരളം ഡിക്രീസ് ചെയ്ത്, അതുപോലെ തന്നെ കേരളം ഫോളോ ചെയ്ത് ആ ഒരു രീതി തന്നെ മറ്റ് സ്റ്റേറ്റ്സിലും ഫോളോ ചെയ്യണം. മറ്റ് സ്റ്റേറ്റുകളും ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഒരു കൊറോണ വൈറസിൻ്റെ ഒരു ഇഷ്യൂവിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പല മീഡിയകളും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്, ആ കേരളം എന്താണ് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ കേരളം എങ്ങനെയാണ് ഈ ഒരു കാര്യം ഫോളോ ചെയ്തതെന്നുള്ളൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് കേരളത്തിന് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ ഇങ്ങനെ ഡിക്രീസ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും വളരെ ബോധപൂർവമാണ് ഈ ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈലൻസ്, അതായത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ സർവൈലൻസ് അത്രത്തോളം വേറെ ലെവലിൽ ഈ ഒരു സർവൈലൻസിനെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു പുറത്തുനിന്ന് പഠിക്കാൻ പോയിട്ട് വരുന്ന ആൾക്കാർ, അതായത് ജർമ്മനിയിൽ, ചൈനയിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പഠിക്കാൻ പോയിട്ട് വരുന്ന ഈ ഒരു വൈറസിനെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു 14 ദിവസം ലോക്ക്ഡൗൺ പറഞ്ഞ സമയത്ത് കേരളം 28 ദിവസമാണ്, 28 ഡേയ്സ് ആണ് ഈ ഒരു ലോക്ക്ഡൗൺ പറഞ്ഞത്. അതായത് 28 ദിവസം എല്ലാവരും വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1.5 ലക്ഷം ആൾക്കാരാണ് കേരളത്തിലെ സർവൈലൻസിൽ ഇരിക്കുന്നത്. അതായത് അവർക്ക് ഈ ഒരു രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലിരുത്തിയിട്ട് ഇപ്പോൾ 1.5 ലക്ഷം ആൾക്കാരെ ഇപ്പോൾ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്.
അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം ആദ്യമായിട്ട് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ചടപടയെന്ന് വെച്ചിട്ട് കേസസ് എല്ലാം ഇൻക്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും നമ്മൾ കേസസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പരിഭ്രാന്തരായി, പേടിച്ചു, ഭയപ്പെട്ടു ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഹയറായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ, അത്രയും വലിയ സീരിയസ് ആയിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് കാര്യത്തിന് ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ അസുഖമുണ്ട്, അല്ലെങ്കിൽ ആർക്ക് ഈ ഒരു കൊറോണ വൈറസിൻ്റെ ലക്ഷണമുണ്ട്, അസുഖമുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ ക്യൂർ ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ ഒരു അസുഖം അധികമായിട്ട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം യഥാർത്ഥ സത്യമാണ്. തന്നെ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരു ലോക്ക്ഡൗൺ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സ്കൂൾസും കോളേജസും ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ അധികാരികൾ. അതുപോലെ തന്നെ കേരളത്തിന് എങ്ങനെ ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റി, ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ആർക്കും ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ആർക്ക് അസുഖമില്ല, ലക്ഷണമുള്ളവർ ആരൊക്കെയാണ്, ആരെയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യിപ്പിക്കണം, ആരെയൊക്കെ നമുക്ക് ചികിത്സിപ്പിക്കണം, ആരെയൊക്കെ നമുക്ക് സേഫായിട്ട് മാറ്റി നിർത്തണം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി ഈ ഒരു അസുഖം അധികമായിട്ട് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ കേരളം ഫോളോ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് മറ്റ് കൺട്രികളൊക്കെ ഇപ്പോൾ ഈ ഒരു കേസസ് വളരെ അധികമായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മറ്റ് കൺട്രികൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്താലേ മറ്റ് കൺട്രികൾക്ക് ഈ ഒരു കേസസിന് ഇൻക്രീസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്തുകൊണ്ടൊന്ന് ഈ ഒരു ഫ്ലാറ്റനിങ് കർവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ മീഡിയ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 20,000 കോടിയുടെ ഒരു പാക്കേജസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്കണോമിക്കലി പരമായിട്ട് കേരളത്തിനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ 20,000 കോടിയുടെ ഒരു പാക്കേജസ് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കേരളം ഫോളോ ചെയ്ത ഈ ഒരു രീതിയെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധികാരികളിപ്പോൾ. അതുപോലെ തന്നെ ലോക്ക് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വീക്സാണ് ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള മാക്സിമം. അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റാഗേർഡ് എക്സിസ്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പതിയെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു മീറ്റിങ്ങിൽ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് നാട്ടിലെ ചീഫ് മിനിസ്റ്റേഴ്സിലെല്ലാം കൂടെ നടത്തിയ ഒരു മീറ്റിങ്ങിൽ അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കിൻ്റെ കാര്യത്തിൽ വളരെയധികം അവർ അടി നേരിടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ അത് വളരെയധികം അടി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാമെന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവർക്ക് ഹോം മെയ്ഡ് മാസ്കിൻ്റെ ഒരു ഐഡിയ വന്നത്. അതിനോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ട് പുറത്തു പോകുന്ന ആൾക്കാർ ഈ ഒരു കർച്ചീഫ് ഉപയോഗിച്ചിട്ട് മുഖം കെട്ടാം, അല്ലെങ്കിൽ തുണിയുടെ കട്ട് പീസ് ഉപയോഗിച്ചിട്ട് മുഖം മറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യത്തിന് അത് യൂസ് ചെയ്യാൻ പുറത്തു പോകുന്ന ആൾക്കാർ അത് അങ്ങനെയെങ്കിലും യൂസ് ചെയ്തുകൊണ്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തൊരു കാര്യമാണിത്. ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത്, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഡെയിലി കൈ കഴുകുന്നത്, ഇതെല്ലാം സെൽഫ് ഡിസ്റ്റൻസ് ഒക്കെ പാലിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം, നമ്മുടെ നാടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർക്കണം. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ എവരിവൺ.